തമിഴ്നാട് ധർമ്മപുരിയിൽ വെച്ചുണ്ടായ വാഹനാപകടവും നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് അപകടം പറ്റിയതും പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണവുമൊക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ മരണപ്പെട്ട CP ചാക്കോയുടെ മൃതദേഹം അത് തൃശ്ശൂർ എത്തിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ രാത്രി 10:30-ഓടെയാണ് മൃതദേഹം എത്തിച്ചത്. അത് മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തിൽ പരിക്കേറ്റ ഷൈൻ ടോമിനെയും അമ്മ മറിയ കാർമലിനെയും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വിവരങ്ങളുമായിട്ട് ലെവിൻ K വിജയനുണ്ട് നമുക്കിപ്പം തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഇന്നിനി എങ്ങനെയാണ് മൃതദേഹം ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെയാണോ അന്ത്യകർമ്മങ്ങൾ, ശുശ്രൂഷകളൊക്കെ ഇന്ന് തന്നെ ഉണ്ടാകുമോ? ഷൈനിൻ്റെയും അമ്മയുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? സേതു, ഇന്നലെ രാത്രി 10:30-ഓടുകൂടിയാണ് ധർമ്മപുരിയിൽ നിന്നും മൃതദേഹം തൃശ്ശൂരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. CP ചാക്കോയുടെ മൃതദേഹം രാത്രി 10:30-ഓടുകൂടി തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ അപകടത്തിൽ പരിക്കേറ്റത് ഷൈൻ ടോം ചാക്കോയ്ക്കും മാതാവ് മറിയ കാർമലിനുമാണ്. രണ്ടുപേരെയും ഇന്നലെ തന്നെ തൃശ്ശൂരിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഷൈനിൻ്റെ അമ്മയുടെ മറിയയുടെ പരിക്ക്, അതായത് നട്ടലിനും ഇടുപ്പലിനുമാണ് അവർക്ക് പരിക്കേറ്റിട്ടുള്ളത്. അല്പം ഗുരുതരമായ പരിക്കാണ്. ഈ പരിക്കിന് ശസ്ത്രക്രിയ അടക്കം നടത്തേണ്ടതുണ്ട്. അത് അക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. ഈ ഫ്യൂണറലിൻ്റെ കാര്യം അടക്കം തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കും കുടുംബാംഗങ്ങളും ബന്ധുക്കളും മറ്റും കൂടി ആലോചിച്ചുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും തീരുമാനമെടുക്കുക. ഷൈൻ ടോം ചാക്കോയുടെ പരിക്ക് നമുക്കറിയാം, കൈകൾക്കാണ് പരിക്കുണ്ടായിരിക്കുന്നത്. ഷൈനിനും സർജറി ആവശ്യമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. രണ്ടുപേരുടെയും സർജറി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഫ്യൂണറലുമായി ബന്ധപ്പെട്ട മറ്റാലോചനകൾ കൂടി നടത്തിയതിന് ശേഷമാകും. ഷൈനിൻ്റെ രണ്ട് സഹോദരിമാർ വിദേശത്താണ്, ന്യൂസിലൻഡിലാണ്. റിയയും സുമയും ഷൈനിൻ്റെ അനുജത്തിമാരാണ് രണ്ടുപേരും. ഇവർ ന്യൂസിലൻഡിൽ നിന്നും നാളെ പുലർച്ചയോടുകൂടി നാട്ടിലേക്ക് എത്തും. ഇവർ കൂടി എത്തിയതിന് ശേഷം ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ. ഏകദേശ സൂചനകൾ അനുസരിച്ചുകൊണ്ട് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി സംസ്കാര ശുശ്രൂഷകൾ നടക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ അന്തിമമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. ഷൈനിൻ്റെ അമ്മയ്ക്ക് നട്ടലിന് പരിക്കുള്ളത് കൊണ്ട് തന്നെ ഈ സംസ്കാര ചടങ്ങുകളിലടക്കം പങ്കെടുക്കേണ്ടതുണ്ട്. ശസ്ത്രക്രിയ നടത്തിയാൽ ഒരുപക്ഷെ ഈ സംസ്കാര ചടങ്ങുകൾക്ക് നേരിട്ട് എത്താനോ മറ്റോ സാധിക്കില്ല എന്നുള്ളൊരു നില കൂടിയുണ്ട്. ഷൈനിനെ സംബന്ധിച്ചും അത്തരത്തിൽ സർജറി നടത്തിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ പെയിൻ കില്ലറൊക്കെ നൽകിയാണ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് രണ്ടുപേരുമുള്ളത്. ഈ അപകടം നടക്കുമ്പോൾ, ഇന്നലെ പുലർച്ചെ അപകടം നടക്കുമ്പോൾ 5 പേരായിരുന്നു, ഡ്രൈവർ സഹിതം 5 പേരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. CP ചാക്കോയ്ക്കും അപകടത്തിൽ ശരീരത്തിൽ കാര്യമായ പരിക്കുകളില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക സൂചനകൾ പ്രകാരം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് മരണകാരണം എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. നേരത്തെയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അദ്ദേഹം ചികിത്സയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്നും മറ്റും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കുടുംബത്തിന് വലിയ ദുരന്തമായി മാറിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവും. അതോടൊപ്പം തന്നെ ഈ കുടുംബാംഗങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഒരു അതീവ കഠിനകരമായ ഒരു സാഹചര്യവും. ഏതായാലും ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഷൈനിൻ്റെ തൃശ്ശൂരിലെ മുണ്ടൂരിലുള്ള വീട്ടിൽ മറ്റ് ഫ്യൂണറലുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷൈനിൻ്റെ സഹോദരിമാർ കൂടി എത്തിയതിനു ശേഷമായിരിക്കും അന്തിമമായ തീരുമാനമെടുക്കുക. ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളിലും ഇന്ന് ഉച്ചയോടുകൂടി മാത്രമേ തീരുമാനമുണ്ടാവുകയുള്ളൂ. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഷൈനിനെ സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ ഇന്ന് സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നടൻ ടോവിനോ തോമസും രാവിലെ തന്നെ ഷൈനിനെ കാണാൻ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ ദുരന്തമാണ് ആ കുടുംബത്തിലുണ്ടായത്. ഈ ഒരു ദുരന്തത്തെ എത്രയും വേഗം അതിജീവിക്കാൻ അവർക്കൊക്കെ സാധിക്കട്ടെ.